സ്പെയിനിലെ ഗിലറ്റിലെ സന്യാസമഠത്തിൽ വെച്ച് ഒരു വൈദികനെ അജ്ഞാതൻ കൊലപ്പെടുത്തി. ഞാൻ യേശുക്രിസ്തുവാണ് എന്ന് പറഞ്ഞ് ഇവിടേക്കെത്തിയ ആക്രമി 7 സന്യാസിമാരെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കൊല്ലപ്പെട്ട വൈദികൻ്റെയും പരിക്കേറ്റ സന്യാസിമാരുടെയും പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. 7 പേരിൽ 3 സന്യാസിമാരുടെ നില അതീവ ഗുരുതരമാണ്. മരണപ്പെട്ട വൈദികൻ്റെ തലയിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അതുകൊണ്ട് തന്നെ ആ മുറിവാണ് മരണകാരണമെന്ന് കരുതപ്പെടുന്നു. ഇക്കഴിഞ്ഞ നാളുകളിൽ സ്പെയിനിൽ 200-ലധികം മനുഷ്യജീവനുകൾ അപഹരിച്ച മഹാപ്രളയത്തിൻ്റെ ദുഃഖത്തിൽ നിന്നും കരകയറി വരുമ്പോഴാണ് ഈ അതിദാരുണമായ സംഭവം രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അക്രമി സംഭവശേഷം ഒളിവിൽ പോയിരിക്കുകയാണ്. മഠത്തിന് ചുറ്റുമുള്ള പർവ്വത പ്രദേശങ്ങളിൽ പ്രതിക്കായുള്ള തിരച്ചിലിലാണ് പോലീസ്. ഇവിടേക്കെത്തി ഇവരെ കൊലപ്പെടുത്തുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഇയാൾ ഇവിടേക്കെത്തിയതെന്നും ആക്രമണത്തിന് മുൻപ് ഇയാൾ മതപരമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നതായും അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യത്തെ നടുക്കിയ അക്രമ സംഭവത്തിൽ അധികൃതർ അനുശോചനം രേഖപ്പെടുത്തി. സന്യാസമഠത്തിലെ 2 അന്തേവാസികൾ ഈ അക്രമ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇവിടെ ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ അവർ തലനാരിഴയ്ക്കാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്.